വെൽക്കം ബാക്ക് ടു സിവിൽ ടേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് D1 ഡ്രോയിങ് ബോർഡ് ആസ് പെർ BIS 1444/1977 ഇൻ mm. സൈസാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത്? D1 ആവുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്, 1000 × 700 × 25. അതുപോലെ തന്നെ ഇതിൽ D0 എന്ന് പറയുന്നത് 1500 × 1000 × 25 ആണ് D0. D1 നമ്മൾ എഴുതി കഴിഞ്ഞു. അതുപോലെ D2 എന്ന് പറയുന്നത് 700 × 500 × 15 ആണ് D2 എന്ന് പറയുന്നത്. ദെൻ 500 × 350 × 50 എന്ന് പറയുന്നത് D3യുടെ വാല്യൂ ആണ് വരുന്നത്. ഇത് മറിച്ചും തിരിച്ചുള്ള എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. കോഡ് ബുക്കും നോക്കി വയ്ക്കാം. ബോ കോമ്പസ് ആർ യൂസ്ഡ് ഫോർ ഡ്രോയിങ്. ബോ കോമ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. നോർമലി നമ്മൾ സ്മോൾ സർക്കിൾസ്, അതും 25 mm വരെയുള്ള ഡയലുള്ള സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത്. അതേസമയം ലാർജ് ബോ കോമ്പസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. യഥാർത്ഥം പറഞ്ഞാൽ ബോ കോമ്പസ് എന്ന് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്മോൾ ബോ കോമ്പസ് ആണ്. കാരണം മെഷർമെൻറ്റ് ആ രീതിയിലാണ് തന്നേക്കുന്നത്. സോ ലാർജ് ബോ കോമ്പസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നെങ്കിൽ 200 mm വരെയുള്ള സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാർജ് ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 200 mm മുകളിലുള്ള ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ റേഡിയസ് ഉള്ളൊരു സർക്കിൾ, ഡയമീറ്റർ എന്നുള്ള റേഡിയസ് ഉള്ളൊരു സർക്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെങ്തനിങ് ബാർ ആയിരിക്കും. ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ലെങ്തനിങ് ബാർ കൂടെ യൂസ് ചെയ്തിട്ടായിരിക്കും ലാർജ് കോമ്പസ് നമ്മൾ വരയ്ക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈസ് ഓഫ് A1 ഡ്രോയിങ് ഷീറ്റ് ഇൻ mm? A1 ഡ്രോയിങ് ഷീറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 594 × 841 ആണ് വരുന്നത്. അതുപോലെ ഇതിൽ ആദ്യം തന്നിരിക്കുന്ന 841 × 1189 എന്ന് പറയുന്നത് A0 ആണ് വരുന്നത്. A0ൻ്റെ സൈസാണ്. 420 × 594 എന്ന് പറയുന്നത് A2 ആണ്. 841 × 594 ഇങ്ങനൊരു മെഷർമെൻറ്റ് അങ്ങനെ അധികം ഇല്ല. നമുക്ക് വരുന്നത് 841 ഈ പറഞ്ഞിരിക്കുന്ന 1189 ആണുള്ളത്. പിന്നെ ഉണ്ട് എങ്ങനെ 594ൻ്റെ 841 എന്ന് പറഞ്ഞാൽ, അല്ലാതെ 841 × 595 എന്ന് പറഞ്ഞ മെഷർമെൻറ്റ് ഇല്ല. ഇതും ഡ്രോയിങ് സൈസിൻ്റെ ഫുള്ള് ഷീറ്റിൻ്റെ സൈസെല്ലാം നിങ്ങളൊന്ന് ബൈ ഹാർട്ടാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 2:1 ഈസ് 2:1 ആണെങ്കിൽ അത് എന്ത് സ്കെയിലായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻലാർജ്ഡ് സ്കെയിലായിരിക്കും വരുന്നത്. എൻലാർജ്ഡ് സ്കെയിൽ അറിയാമല്ലോ. എൻലാർജ്ഡ് സ്കെയിൽ ആകുമ്പോൾ X:1 ആണ് വരുന്നത്. 1:X എങ്കിൽ റെഡ്യൂസ്ഡ് സ്കെയിൽ, 1:1 എങ്കിൽ ഫുൾ സ്കെയിലാണ് വരുന്നത്. ഇറ്റ് ഈസ് എ തിൻ സോളിഡ് ലൈൻ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഫീച്ചേഴ്സ് വിത്ത് വിച്ച് ഡയമെൻഷൻസ് നോട്ട് ഓർ സിംബൽസ് ഈസ് അസോസിയേറ്റഡ്. ഇതെല്ലാം നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ലീഡർ ലൈനാണ്. ലീഡർ ലൈൻ അറിയാമല്ലോ, ഇൻക്ലൈനും ഹൊറിസോണ്ടലും കൂടെ ഒരുമിച്ച് വരുന്ന ലൈനെയാണ് നമ്മൾ ലീഡർ ലൈൻ എന്ന് പറയുന്നത്. ഹിഡൻ ലൈൻസ് ആർ ഡ്രോണസ്. ഹിഡൻ ലൈൻസ് എങ്ങനെയാണ് ഡ്രോൺ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് ഹിഡൻ ലൈൻസ് വരയ്ക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ്ഡ് നാരോ ലൈൻസ് ആണ്. ഡാഷ്ഡ് നാരോ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹിഡൻ ലൈൻസ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ലൈൻസിനുള്ള കോഡ് ബുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഏതാണ് ലൈൻസിൻ്റെ കോഡ് ബുക്ക്? 10714/1983 ആണ് വരുന്നത്. ഇതിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്ത് പറയാം. ബോർഡർ ലൈനിൻ്റെ തിക്നെസ് ഒക്കെ ചോദിക്കാം. ബോർഡർ ലൈനിൻ്റെ തിക്നെസ് 0.6 mm ആണ്. ഒരു ലൈനിൻ്റെ മിനിമം തിക്നെസ് 0.1 ആണ്. ഇപ്പോൾ ഡോട്ടഡ് ലൈൻസ് വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2:1 ആണ്. 2:1 ആണ് വരുന്നത്. ഗ്യാപ്പ് 2:1 ആണ്. അതുപോലെ ലോങ് ഡാഷ് ടു ഷോർട്ട് ഡാഷ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 6:1 4:1 ആണ് വരുന്നത്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുക. ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു കോളം തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക്. കണ്ടിന്യൂസ് തിൻ ലൈൻ, കണ്ടിന്യൂസ് തിക്ക് ലൈന്, അതുപോലെ തന്നെ ഡാഷ്ഡ് തിക്ക്, ഡാഷ്ഡ് തിന്ന്, ചെയിൻ തിന്ന്, ചെയിൻ തിക്ക്. അപ്പോൾ അതെല്ലാം ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. അതിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹൗ ആർ പെൻസിൽസ് ഗ്രേഡഡ്? ഇതിലേതാണ് പെൻസിൽസ് ഗ്രേഡഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹാർഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് ദ ലെഡ് ആണ്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യം അറിഞ്ഞിരിക്കണം. നമുക്ക് HB ഉണ്ട്,
2H ഉണ്ട്, H ഉണ്ട്. നമ്മൾ നോർമലി വരയ്ക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. നമ്മൾ കൂടുതലും ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് വരയ്ക്കുന്നത് ഈ 3 പെൻസിൽസ് ആയിരിക്കും. 3 ഗ്രേഡിലുള്ള പെൻസിൽസ് ആണ്. HP എന്ന് പറയുമ്പോൾ നോർമൽ സ്കെച്ചിങ്, റൈറ്റിങ്ങിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2H എന്ന് പറയുമ്പം കൺസ്ട്രക്ഷൻ ലൈന്, ഡയമെൻഷന് വേണ്ടിയിട്ട്, സെക്ഷൻ കട്ട് ചെയ്യാൻ, സെക്ഷന് വേണ്ടിയിട്ട്, സെൻറ്റർ ലൈനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം H എന്ന് പറയുന്നത് ഔട്ട്ലൈൻ വരയ്ക്കാൻ, ബോർഡർ വരയ്ക്കാൻ, കോമ്പസ്, ഡയമെൻഷനിങ്, വിസിബിൾ ലൈൻസ് വരയ്ക്കാൻ, ആരോസ്, ലെറ്ററിങ്, ഫിനിഷിങ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? എച്ച് യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് പെൻസിൽ പഠിക്കുമ്പോൾ ഇതുകൂടെ പഠിച്ച് വയ്ക്കുക. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് A0 ഡ്രോയിങ് ഷീറ്റ്? ഇത് സ്ഥിരം കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. A0 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമലി A0 1 മീറ്റർ സ്ക്വയർ ആണ്. അടുത്ത ഓരോന്നിലും പോകുമ്പോൾ ഇതിൻ്റെ ഹാഫ് എടുത്ത് വേണം പോകാൻ. 0.5, A2 വരുമ്പം 0.25, A3 വരുമ്പം 0.25ൻ്റെയും പകുതി എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് വരുന്നത്, പകുതി ഹാഫ് എടുത്ത് പോകുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ ബാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മുടെ ആൻസർ വരുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ 1 ആണ് തന്നിരിക്കുന്നത്. ഒരു 3 1 ഉണ്ട്. അതിൻ്റെ യൂണിറ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ പോവാൻ. നമ്മുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഡാഷ് ഹാസ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് ആംഗിൾസ് നോട്ട് റൈറ്റ് ആംഗിൾ. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്, പക്ഷേ അവിടുത്തെ ആംഗിൾസ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്, റൈറ്റ് ആംഗിൾ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ആൻസർ വരുന്നത് റോംബോയിഡ്. ഇതും മിക്കവാറും ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇനി നോ സൈഡ്സ് പാരലൽ എന്നൊക്കെ വന്നിരുന്നെങ്കിൽ ട്രപ്പീസിയം നമുക്ക് എഴുതായിരുന്നു. 1 പെയർ പാരലൽ ആണെങ്കിൽ ട്രപ്പിസോയിഡൽ എഴുതായിരുന്നു. അതുപോലെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഡാഷ് ഈസ് ദ പാർട്ട് ഓഫ് എ സർക്കിൾ ബൗണ്ടഡ് ബൈ ആൻ ആർക്ക് ആൻഡ് കോൺ. ഇത് നമുക്ക് രണ്ടാമത് വരുന്ന, നമ്മൾ എടുക്കുന്നതിൽ രണ്ടാമത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർക്കും കോഡും തമ്മിലുള്ള ആ ഒരു സർക്കിൾ ബൗണ്ടഡിൻ്റെ ആ ഒരു പാർട്ടിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആൻസർ സെഗ്മെൻറ്റ്. പിന്നെ ഒരു കാര്യം, നമുക്ക് കിട്ടുന്നത് എന്തെന്നല്ല ചോദിച്ചിരുന്നത്, ആ ഒരു പോർഷനെ പറയുന്ന പേരാണ്. സോ ആൻസർ വരുന്നത് സെഗ്മെൻറ്റ്. വിച്ച് ഇസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്? ഈസി അല്ലേ? ഇതിൽ ടൈം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മാസ്, ഇതൊന്നും ഡിറൈവ്ഡ് അല്ല. ഡിറൈവ്ഡ് ചെയ്ത് ഏത് യൂണിറ്റേ ഉള്ളൂ? ഓപ്ഷൻ ഡി, ഏരിയ. ഇനി വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ, നോ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ. ആംഗിൾ എത്രേനേക്കാളും ഗ്രേറ്റർ ആവാൻ പാടില്ല? 120നേക്കാളും ഗ്രേറ്റർ ആവാൻ പാടില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ 11th ക്വസ്റ്റ്യനിൽ ഏരിയ മാത്രമല്ല, സ്പീഡ്, വോളിയം, ഫോഴ്സ്, ഇതുപോലെയൊക്കെ വരുന്ന എല്ലാം ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ബാക്കി ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇതെല്ലാം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ്. ഇനി ദ പ്രിലിമിനറി ഇൻസ്പെക്ഷൻ ഓഫ് ദ ഏരിയ ടു ബി സർവേഡ് ഈസ്. പ്രിലിമിനറി ഇൻസ്പെക്ഷൻ ഓഫ് ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റിക്കണൈസൻസ് സർവേ. ദ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഈസ് ഡാഷ് എറർ ഇൻ സർവേയിങ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് എററാണ് വരുന്നത്. അതിൽ ടെമ്പറേച്ചർ ബേസ് ചെയ്ത് ഷോർട്ടിൻ്റെയും അതുപോലെ ലോങ്ങിൻ്റെയും കാര്യം പറയുന്നുണ്ട്, ലോങ് ചെയിൻ്റെ കാര്യം പറയുന്നുണ്ട്. ദ സൈസ് ഓഫ് ഫീൽഡ് ബുക്ക് ഇൻ സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, 20x12. ഇതിൽ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രീവിയസിലെ കണ്ടിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫീൽഡ് ബുക്ക് സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കും, ഓർഡിനറി വർക്കിനുള്ളതിനാണെങ്കിൽ ഡബിൾ ലൈൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. 16th ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. ദ ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ഈസ് നോൺ ആസ്. ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും ഇടയിലുള്ളത് എന്താണ്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. എ ഫിക്സഡ് റെഫറൻസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ ഈസ്. ശ്രദ്ധിക്കുക, പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്സഡ് റെഫറൻസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ ഈസ്. ആൻസർ വരുന്നത് ബെഞ്ച് മാർക്കാണ്. ഇഫ് എൽ ഈസ് ഇൻ കിലോമീറ്റർ ദ കർവേച്ചർ കറക്ഷൻ ഈസ്. എൽ കിലോമീറ്ററിലാണെങ്കിൽ ഇവിടുത്തെ കർവേച്ചർ കറക്ഷൻ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, 78.4 L² ആണ് വരുന്നത്. സ്കെയിൽ പ്ലേറ്റ് ഓഫ് എ തിയോഡലൈറ്റ് ഈസ് നോൺ ആസ്. സ്കെയിൽ പ്ലേറ്റ് എന്ന തിയോഡലൈറ്റിൽ നമ്മൾ ലോവർ പ്ലേറ്റിനെയാണ് പറയുന്നത്. അതേസമയം വെർണിയർ പ്ലേറ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അപ്പർ പ്ലേറ്റ് ആയേനെ. കോണ്ടൂർ ലൈൻസ് ആർ ലൈൻസ് ഡ്രോൺ ഓൺ ദ മാപ്പ് കണക്റ്റിംഗ് പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫുൾ ഫോം ഓഫ് GPS ആണ്. അത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ. ഇനി അതിന് വേറൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. സോ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്സ് GPS സാറ്റലൈറ്റ്സ് ടു ഓർബിറ്റ് ദി എർത്ത്?
12 hours ആണ് വരുന്നത്. GPS satellites orbits the earth once every 12 hours ആണ്. How are GPS satellites powered? So GPS satellites സോളാർ പവർ ആണ് വരുന്നത്. Then full form of EDM, electronic distance measurement. Full form of CAD, computer aided design. Full form of CAD, computer aided design. The context of CAD, what does UCS means? User coordinate system. To fill all drawing object in the visible drawing area, what do you need to select? So നമ്മൾ ഇതിനെ ചൂസ് ചെയ്യുന്നത് സൂം എക്സ്റ്റെൻഡ് ആണ്. സൂം എക്സ്റ്റെൻഡ്. What is the keyboard shortcut to turn on or off the ortho mode in AutoCAD? ഓർത്തോ മോഡാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് AutoCADൽ യൂസ് ചെയ്യുമ്പം. ഓപ്ഷൻ സി F8 ആണ് വരുന്നത്. F3 ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പാണ്. F4 ആണെങ്കിൽ 3D ഒബ്ജക്റ്റ് സ്നാപ്പാണ് കൊടുക്കുന്നത്. F5 ആണെങ്കിൽ ഐസോപ്ലെയിൻസ് ആണ് വരുന്നത്. F9 ആണെങ്കിൽ സ്നാപ്പാണ്. Dash are the instructions you provide to CAD software to achieve the end results. Normally നമ്മൾ കമാൻഡ്സ് ആണ് കൊടുക്കുന്നത്. Some CAD programs have command line. This is where dash can be typed to activate it. ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് തന്നെ കൊടുക്കണം? കമാൻഡ് ആണ് കൊടുക്കേണ്ടത്. എ ഡാഷ് ഈസ് ഡ്രോയിങ് ഫയൽ വിത്ത് പ്രീ കോൺഫിഗേർഡ് യൂസിങ് സെറ്റിങ്സ്. സോ ഇതിൽ അത് കോൺഫിഗർ ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. ടെംപ്ലേറ്റ് 32C. ഓട്ടോക്യാഡിൻ്റെ ടെംപ്ലേറ്റിൻ്റെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ അറിയാമല്ലോ അല്ലേ? .dwt. ഓക്കെ, ഇത് പ്രീ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലെയേഴ്സ്, അതുപോലെ ഡയമെൻഷൻ സെൽസ്, ടെസ്റ്റ് സ്റ്റൈൽസ് ആൻഡ് ലേഔട്ട് എല്ലാം കൂടെ വന്നിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡാഷ് ഈസ് എ കമാൻഡ്. ഇറ്റ് മേക്സ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഇൻ എ റെക്ടാങ്കുലർ ഓർ സർക്കുലർ പാറ്റേൺ. നമുക്കറിയാവുന്നതാണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? ഡി ആണ്, അറേ. മോങ്ക് ബോണ്ട് ഈസ് റിലേറ്റഡ് ടു. മോങ്ക് ബോണ്ട് എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്, നിങ്ങളൊന്ന് പെട്ടെന്ന് ആൻസർ ചെയ്തേ. ദെൻ കറക്റ്റ് ആൻസർ വരുന്നത് ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് ഈസ് which each course contains 1 header to 2 structure. നോർമലി 2:1 റേഷ്യോയിലാണ് വരുന്നത്, അല്ലെങ്കിൽ 1:2 റേഷ്യോ നമുക്ക് പറയാം. 1:2 റേഷ്യോ എന്ന് പറയാം. തിരിച്ച് മറിച്ചും കാണാറുണ്ട്. സോ അപ്പോൾ മോങ്ക് ബോണ്ട് അറിഞ്ഞിരിക്കാം. 2 സ്ട്രക്ചറും 1 ഹെഡർ എന്നുള്ള രീതിക്കായിരിക്കും വരുന്നത്. While using Rankine's formula to find the minimum depth of foundation, if angle of repose of the soil is 30 degree, the depth of foundation in meter. ആൻസർ വരുന്നത് 0.11 into P/W. ആ ആംഗിൾ യൂസ് ചെയ്തൊന്ന് ചെയ്യുക റാങ്കിൻസ് ഫോർമുലയിൽ. P/W into 1 - sin θ by 1 + sin θ the whole square എന്ന് പറയുന്ന ഇക്വേഷനിൽ 30 ഡിഗ്രി നിങ്ങൾ കൊടുത്ത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ലോവർ പിച്ച് ഓഫ് മൻസാർഡ് ട്രസ് വേരീസ് ഫ്രം. ലോവർ പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അറിയാം, മുകളിൽ കിങ് പോസ്റ്റ്, താഴെ ക്യൂൻ പോസ്റ്റ്. സോ ലോവർ പിച്ച് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 60 to 70 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പർ പിച്ച് ചോദിച്ചാൽ 30 to 40 ഡിഗ്രി ആണ് വരുന്നത്. അപ്പറിലെന്ന് പറയുമ്പോഴത്തേക്കും കിങ് പോസ്റ്റ് ആണ്, അവിടുത്തെ 30 to 40 ഡിഗ്രി. ക്യൂൻ പോസ്റ്റിൻ്റെത് 60 to 70 ഡിഗ്രിയാണ് വരുന്നത്. The intermediate support for the binders in a triple joist timber floor is. ട്രിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രിപ്പിളിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ ഡി ഗിർഡേഴ്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് കോമ്പോസിഷൻ ഫ്ലോറിംഗ്. ഇതിൽ കോമ്പോസിഷൻ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് മാഗ്നസൈറ്റ് ആണ്. കോമ്പോസിഷൻ ഫ്ലോറിംഗ് മാഗ്നസൈറ്റ്. എ ടൈപ്പ് ഓഫ് പോയിൻറ്റിംഗ് ഇൻ വിച്ച് എ പ്രൊജക്ഷൻ ഈസ് ഫോംഡ് ഇൻ ഷേപ്പ് ഓഫ് വി ഈസ്. വി വരുന്നത് വെതേർഡ് പോയിൻറ്റിംഗ് ആണ്. The slum recommended for mass concrete work, option A ആണ് 25 to 50 mm. The temporary vertical support to walls, roof, floors when lower portion is to be removed for the purpose of providing opening or rebuilding is. നോർമലി നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഷോറിങ്ങിൽ വരുന്നതാണ് ഡെഡ് ഷോർ ആണ് വരുന്നത്. ഡെഡ് ഷോർ. ഡെഡ് ഷോറിനെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ഷോറിംഗ് എന്ന് പറയാം. റേക്കിംഗ് ഷോർ എന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് ഷോറിംഗ് ആണ്. ഫ്ലൈയിങ് ഷോറിംഗ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഷോറിങ്ങിനെയാണ് പറയുന്നത്. ദ ഡിഫക്റ്റ് ഓഫ് ദ ടിമ്പർ ഇൻ വിച്ച് ദ ഔട്ടർ സർഫസ് ഓഫ് ദ ടിമ്പർ ഈസ് അണ്ടർ കംപ്രഷൻ ആൻഡ് ഇൻറ്റീരിയർ സർഫസ് ഈസ് അണ്ടർ ടെൻഷൻ.
ഓക്കെ, അതെന്താണ്? കേസ് ഹാർഡനിങ് ആണ് വരുന്നത്. 42D ആണ് വരുന്നത്, കേസ് ഹാർഡനിങ്. The test which is conducted to find out the workability stiff material concrete മിക്സ് ആണ് ഹാവിങ് വെരി ലോ വർക്കബിലിറ്റി ആണെങ്കിൽ നമ്മൾ VB ടെസ്റ്റാണ് ചെയ്യുന്നത്. VB ടെസ്റ്റ് വെരി ലോ വർക്കബിലിറ്റി VB ടെസ്റ്റ് ആയിരിക്കും. വെരി ഹൈ വർക്കബിലിറ്റി ആണെങ്കിൽ ഫ്ലോ ടെസ്റ്റാണ് ചെയ്യുന്നത്. ഇനി ഫീൽഡ് ടെസ്റ്റ് ആണെങ്കിൽ കെല്ലിബോൾ ടെസ്റ്റാണ് ചെയ്യുന്നത്. കെല്ലിബോൾ ടെസ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഇൻ കണക്ഷൻസ് വിത്ത് FRC? സോ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. FRC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ്. അതിൻ്റെ ഫുൾ ഫോം ചോദിക്കുകയാണെങ്കിൽ എഴുതണം. ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റും ഫൈബേഴ്സും കൂടെ ചേർന്നിട്ടുള്ളതാണ് FRC എന്ന് പറയുന്നത്. ദ അട്രീഷൻ ടെസ്റ്റ് ഈസ് ഡൺ ടു ഡിറ്റർമൈൻ. അട്രീഷൻ ടെസ്റ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? സ്ഥിരം പഠിക്കുന്നതാണ്. മിക്ക ക്വസ്റ്റ്യനിലും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നതാണ്. അട്രീഷൻ ടെസ്റ്റ് വിയറിന് വേണ്ടിയിട്ടാണ്. റേറ്റ് ഓഫ് വിയറിംഗ് ഓഫ് സ്റ്റോൺസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് RCC ഷാൾ നോട്ട് ലെസ് ദാൻ M20 ഗ്രേഡ്. ദ പോർഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ബ്രിക്ക് കട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ആംഗിൾ അതർ ദാൻ റൈറ്റ് ആംഗിൾ ഈസ് ഫോംഡ് ഈസ് പ്ലാൻ ഈസ് കോൾഡ്. സ്ക്വിൻ ബ്രിക്ക് ആണ് വരുന്നത്. ദ നെയിം ഓഫ് ദ ടിമ്പർ പീസ് ഹൂസ് ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് എക്സീഡ് 50 mm ബട്ട് ദ ലെങ്ത് ഈസ് ലെസ് ദാൻ 200 mm. ആൻസർ വരുന്നത് സ്കാൻലിംഗ് ആണ്. ആൻസർ വരുന്നത് സ്കാൻലിംഗ്. ദ പ്രോസസ് ഓഫ് വിച്ച് ലൈം ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹൈഡ്രേറ്റഡ് ലൈം ബൈ ആഡിങ് വാട്ടർ ഇൻ ടു ഇറ്റ്സ്. ആൻസർ സ്ലേക്കിംഗ് ആണ്. സ്ലേക്കർ ലൈമാണ് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ഹാസ് ഹൈ പെർസെൻറ്റേജ് ഓഫ്. ഏതായിരിക്കും റാപ്പിഡ് ഹാർഡനിങ്ങിൽ വരുന്നത്? ഹൈ പെർസെൻറ്റേജിൽ ലൈമായിരിക്കും വരുന്നത്. സോ അതുപോലെ തന്നെ സിലിക്ക ആണെങ്കിൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും. അലുമിനിയം ആണെങ്കിൽ ക്വിക്ക് സെറ്റിങ്ങുമാണ് വരുന്നത്. ബോക്സ് കോമ്പൗണ്ട് ആയിരുന്നെങ്കിൽ C3S ആണ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഏർലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് C3S ആണ്. അപ്പോൾ ആ ബോക്സ് കോമ്പൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇപ്പോൾ 50യുടെ ആൻസർ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിൽ ഹൈ പെർസെൻറ്റേജ് ഓഫ് ലൈമാണ് വരുന്നത്. നോർമലി ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിലും എന്ത് തന്നെയാണ്? ഹൈ പെർസെൻറ്റേജ് ഓഫ് ലൈമാണ് വരുന്നത്. 60 to 67% ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിലൊക്കെ ലൈം വരുന്ന. ഒരു ഒപ്റ്റിമം വാല്യൂ എടുക്കുകയാണെങ്കിൽ 62 ആണ്. രണ്ടാമത് സിലിക്കയാണ്.